ഇന്ത്യക്ക് സമീപം ചൈന നിർമ്മിക്കുന്ന ഭീമൻ അണക്കെട്ട് അതൊരു ടൈമിംഗ് ബോംബ് എന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അല്ലെങ്കിൽ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. രുചിപ്പെരുമ വിളിച്ചോതി വിഭവസമൃദ്ധമായ ഓണസദ്യ ഓഗസ്റ്റ് 21 മുതൽ 27 വരെ കിഴക്കേക്കോട്ട പാഞ്ചാലി ബേക്കറി ജംഗ്ഷൻ ഇന്ദ്രപുരി ഈഞ്ചക്കൽ പല്ലവ. ആഘോഷിക്കാം ഈ പൊന്നോണം രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിനൊപ്പം. അത് ഏതൊരു സമയത്തും അത് ഇന്ത്യക്ക് ഒരു തലവേദനയായി മാറുമെന്നാണ് വിദഗ്ധർ ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് ഇതൊരു യുവ പർവ്വത നിരയാണ്, വളർന്നുകൊണ്ടിരിക്കുന്നതും ഒപ്പം അസ്വസ്ഥതകൾ നിറഞ്ഞതുമാണ്. ഇടയ്ക്കിടെ തന്റെ രൗദ്രഭാവം പുറത്തെടുക്കാനും അത് മടി കാണിക്കാറില്ല. ഭൂകമ്പത്തെ തുടർന്നുണ്ടായ മഞ്ഞുവീഴ്ചയിൽ രൂപപ്പെട്ട വെള്ളപ്പൊക്കത്തിൽ നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ 100-ലധികം പേർ കൊല്ലപ്പെടുകയും 100-കണക്കിന് ആളുകളെ കാണാതാവുകയും ചെയ്തു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള പർവ്വത നിരയാണ് ഹിമാലയം. തടയാനാവാത്ത വിധം കുത്തിയൊലിച്ചെത്തിയ ജലപ്രവാഹം വരുത്തിവെച്ച ആ നാശനഷ്ടങ്ങൾ ഇന്ത്യയുമായുള്ള അതിർത്തിക്ക് തൊട്ടടുത്ത് ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഭീമാകാരമായ അണക്കെട്ടിനെ കുറിച്ച് വിദഗ്ധർക്കിടയിൽ ആശങ്കയും മുന്നറിയിപ്പും ഉയർത്താൻ കാരണമായിട്ടുണ്ട്. ഇന്ത്യയിൽ ബ്രഹ്മപുത്രിയായി മാറുന്ന യാർലോങ് സാങ്പോ നദിയിൽ ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 60,000 മെഗാവാട്ട് ശേഷിയുള്ള മെദോക് അണക്കെട്ട് അരുണാചൽ പ്രദേശിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. 2033 പ്രവർത്തന സജ്ജമാക്കാൻ ബെയ്ജിംഗ് ലക്ഷ്യമിടുന്ന ഈ അണക്കെട്ട് ചൈനയുടെ നിയന്ത്രണത്തിലൂടെയുള്ള ടിബറ്റ് സ്വയംഭരണ മേഖലയിലെ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖലയാണിത്. അതിനാൽ തന്നെ ഇത്രയും വലിയൊരു അണക്കെട്ടിനെ വിദഗ്ധർ വാട്ടർ ബോംബ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നേപ്പാളിൽ വീടുകളും റോഡുകളും വൈദ്യുതി പദ്ധതികളും ഒലിച്ചുപോയി. അതേസമയം ബുധനാഴ്ച ടിബറ്റ് സ്വയംഭരണ മേഖലയിൽ ഹിമപാതത്തെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വലിയ തോതിലുള്ള ആളപായം സംഭവിച്ചിരിക്കാമെന്ന് ടിബറ്റിലെ ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ചെളിവെള്ളം കുത്തിയൊലിച്ചെത്തിയത്. 100-ലധികം ഇന്ത്യക്കാരടക്കം കുറഞ്ഞത് 341 വിദേശ സഞ്ചാരികളെ കാണാതായിട്ടുണ്ട്. ഇവരിലേറെയും കൈലാഷ് മാനസ സരോവർ തീർത്ഥാടകരാണ്. ബോട്ടേകോശി തൃശൂലി നദീ തടങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണം ഒരു ഭൂകമ്പത്തെ തുടർന്നുണ്ടായ മഞ്ഞുവീഴ്ചയാകാമെന്ന പ്രാഥമികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ ബുധനാഴ്ച പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന മെഡോക് ജലവൈദ്യുതി നിലയം സജീവമായ ഒരു ഭൗമ പിളർപ്പിന് മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ ഔദ്യോഗിക ജിയോളജിക്കൽ സർവേയുമായി ബന്ധപ്പെട്ട ഭൗമശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ ജൂലൈയിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയതാണ്. ഭൂകമ്പ സാധ്യതയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും സജീവമായ പ്രധാന പർവ്വത നിരയാണ് ഹിമാലയം. വിനാശകരമായ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്ന ചരിത്രവും ഇതിനുണ്ട്. മിതമായ തീവ്രതയുള്ള ഒരു ഭൂകമ്പത്തിന് പോലും എങ്ങനെ വലിയ തോതിലുള്ള തുടർ ദുരന്തങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇന്നത്തെ സംഭവം വ്യക്തമാക്കുന്നു. ടിബറ്റ് നേപ്പാൾ അതിർത്തിയിലൂടെയുണ്ടായ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം വലിയൊരു ദുരന്തത്തിനാണ് വഴിവെച്ചത്. പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നേപ്പാളിലെ ഗ്രാമങ്ങൾ ഒലിച്ചുപോവുകയും ചെയ്തു. കൂടാതെ തന്ത്രപ്രധാന വിഷയങ്ങളിലെ വിദഗ്ധനായ ബ്രഹ്മ ചെല്ലാനി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഒരു ഹിമപാതകമാകാം മരണകാരണമായ ഈ ജലപാതകത്തിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 2000 അടി വീതമുള്ള ഒരു ഐസ് കഷ്ണം ഹിമാനിയിൽ നിന്ന് അടർന്നു വീണു. നേപ്പാളിലെ നാശനഷ്ടങ്ങൾ മെഗാ മെഡോക് അണക്കെട്ടിനെ കുറിച്ച് വിദഗ്ധരെ കർശന മുന്നറിയിപ്പ് നൽകാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഭൂകമ്പമായി ആദ്യം റിപ്പോർട്ട് ചെയ്ത ഭൂകമ്പ പ്രവർത്തനത്തിന് പകരം ഒരു ഹിമാനിയുടെ തകർച്ചയും അവശിഷ്ട പ്രവാഹവുമാണെന്ന് US ജിയോളജിക്കൽ സർവേ വ്യാഴാഴ്ച പറയുന്നുണ്ട്. അത് തുടർന്ന് എന്നതുകൊണ്ട് തന്നെ താഴേക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായി. ചൈനയുടെ താഴെത്തട്ടിലുള്ള എല്ലാത്തിന്റെയും നാശത്തിന് അത് കാരണമാകുന്നു. അക്ഷരാർത്ഥത്തിലും കൂടാതെ ആലങ്കാരികമായും നിർമ്മാണത്തിലിരിക്കുന്ന ഒരു അണക്കെട്ട് ഒലിച്ചു പോകുന്നതിന്റെ വീഡിയോ ബുധനാഴ്ച പങ്കുവച്ചുകൊണ്ട് ന്യൂസ് വീക്ക് ഗ്ലോബൽ അതോടൊപ്പം തന്നെ ന്യൂസ് വീക്ക് ഇന്റർനാഷണൽ എന്നിവയുടെ മുൻ എഡിറ്ററായ തുങ്കു വരദരാജൻ കുറിച്ചതിങ്ങനെയാണ്. പരിസ്ഥിതിക ലോലമായ അതിർത്തി പ്രദേശങ്ങളിൽ ചൈന ജനവാസ കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും നിർമ്മിച്ചു വരികയാണ്. ഹിമാലയൻ ഭൂകമ്പ മേഖലയുടെ മധ്യത്തിലായി ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള ചൈനയുടെ വിവേകശൂന്യമായ തീരുമാനത്തിലേക്ക് ഈ സംഭവം വീണ്ടും ക്ഷണിക്കും. ഇന്ത്യ ടിബറ്റ് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പദ്ധതി ഭാവിയിൽ ഒരു ജലബോംബായി മാറിയേക്കാവുന്ന ഒന്നാണ്. ഇത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയെ വെള്ളത്തിനടിയിലാക്കാനും താഴേക്ക് ഒഴുകിയെത്തി ബംഗ്ലാദേശിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാനും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ അടുത്തായിട്ട് ചൈന നിർമ്മിക്കുന്ന ആ ജലബോംബ് അത് ഇന്ത്യക്ക് എക്കാലത്തും വലിയൊരു തലവേദനയായി മാറും. ചിലപ്പോൾ അത് പൊട്ടിത്തകർന്നാൽ നേപ്പാളിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു ദുരന്തം ഇന്ത്യയിലേക്കും സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല.